ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്താ ഒത്തിരി ടൈമൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഈസി സ്നാക്സാണ് ഈ ഒരു വെജിറ്റബിൾ സമൂസ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഗ്രീൻ പീസ്, ഞാനല്ല കേട്ടോ അനിയത്തിയാണ് ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത ഒരു ഗ്രീൻ പീസാണ്. അപ്പോൾ അതൊന്ന് 2-3 വിസിലിന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ്ടോ 2-3 വിസിലിന് വേവിച്ചെടുത്ത ഗ്രീൻ പീസാണിത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊന്ന് മിക്സായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് വാങ്ങാൻ കിട്ടും കേട്ടോ, അതായാലും മതിയാവും. അപ്പോൾ എനിക്കിപ്പോൾ അത് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം 2 വിസിലിന് വേവിച്ച് ഉപ്പിട്ടിട്ട് 2 വിസിലിന് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് പെപ്പർ പൗഡറിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു സമയത്ത് നമുക്ക് ഒറിഗാനോ ലീവ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചാട്ട് മസാല ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് മസാല, അതായത് സമൂസയുടെ ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പിന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഫ്രൈ ചെയ്തിട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയും സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഒരുപാട് പേരുള്ള ഫാമിലീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി കടിയൊക്കെ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ എന്താ എല്ലാം കൂടി ഒരു ദിവസം ആക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇലയുടെ ഫില്ലിങ്ങിന് കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചിട്ട് അത് നമ്മുടെ തേങ്ങയുടെ ആ ഒരു മിക്സില്ലേ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കതൊന്ന് കടിക്കാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ, ആ ഒരു ചെറിയൊരു ഡിഫറൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇലയുടെ ഉണ്ടാക്കിയത് വേറൊന്നും കൊണ്ടല്ല, എല്ലാം നമ്മൾ ഇപ്പോൾ ഓയിൽ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു സംഭവം തന്നെ ആവണ്ട എന്ന് കരുതിയിട്ടാണ്. നമ്മളെ മക്കളെല്ലാവരും കൂടി തിന്നുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഒരുപാട് ഓയിലി ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തെടുക്കാതിരുന്നത്. അപ്പോൾ ഇലയുടെ ആകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സമൂസ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഷീറ്റ് വാങ്ങിയത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഇപ്പോൾ ഡ്യൂട്ടിക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പരത്താനും അതുപോലെ തന്നെ മുറിക്കാനൊക്കെ ഒരുപാട് ടൈം വേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഷീറ്റൊക്കെ വളരെയധികം ഉപകാരമാണ്. അപ്പോൾ അതാ ഈ ഒരു ഷീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഫില്ലിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫില്ല് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നവർക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാം, അല്ല ഫ്രൈ ചെയ്തിടുന്നവർക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പച്ചക്കറി സമൂസൻ്റെ ഫില്ലിങ് എല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് വെക്കലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കായി നിൽക്കാനായിട്ട് ഒരല്പം വെള്ളത്തിൽ മൈദപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ലാസ്റ്റ് ടൈം ഈ ഒരു ഷീറ്റിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ അവിടെ ഡയറക്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയായിട്ട് ഫൈനായിട്ട് അവിടെ ഒട്ടി നിൽക്കും കേട്ടോ. പിന്നെ എന്താ ഇതുപോലെ നമ്മൾ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേനു. ഈ ഒരു ഫില്ലിങ് മൊത്തം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഇത് മൊത്തം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ, കുറച്ചെടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടേനു. അതായത് മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. നോമ്പിനൊക്കെ ഇങ്ങനെ വെറൈറ്റീസൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മളെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കലില്ല, കുറച്ചെല്ലാം നമ്മളിങ്ങനെ ഇതുപോലെ ഫ്രൈ ചെയ്ത് ബാക്കിയെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമ്മളിനി ഇത് നല്ല രീതിയിലൊന്ന് റാപ്പ് ചെയ്തെടുക്കും കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതിയാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിത് നല്ല രീതിയിലൊന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്ട നമ്മളെ സമൂസ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചെടുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് നമ്മൾ നോൺബാണെന്നെല്ലാം കരുതിയിട്ട് ഒരുപാട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് തിന്നാനൊന്നും കഴിയില്ല കേട്ടോ. അപ്പം എന്താ നോൻപ് എന്ന് പറയുന്നത് തിന്നാനുള്ള മാസമല്ലല്ലോ, അപ്പം ഭക്തി അതാണ് മെയിൻ. അപ്പോൾ മക്കളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ
സെറ്റാക്കി എടുക്കും. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതിലും കാട്ടിയും കൂടുതൽ വെള്ളമാണ് കേട്ടോ കഴിക്കൽ. അപ്പം ജ്യൂസും അതുപോലെ തന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഞാൻ വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ട് പിന്നെ ജ്യൂസ് ഉണ്ടാക്കലും പിന്നെ കാപ്പി ഉണ്ടാക്കലും ആ ഒരു പണി, പിന്നെ രാത്രിയിലത്തെ സ്നാക്സ് അല്ല കേട്ടോ, ഫുഡിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങലാണ്. അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ ഇടാട്ടോ. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താത്തത്. അപ്പോൾ അതാ നമ്മളെ സ്നാക്സ് എല്ലാം തയ്യാറായിട്ടുണ്ട്. അൽഹംദുലില്ലാ നോൻപൊന്ന് നല്ല രീതിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്സും അതുപോലെ തന്നെ ഡ്രിങ്ക്സും ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞാൻ നാരങ്ങ വെള്ളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഈ ഒരു മാങ്ങ ജ്യൂസും അതുപോലെ തന്നെ കാപ്പിയും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു റമദാൻ മുബാരക്ക് നേരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.